ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അതിന് രണ്ടർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, ഏകനായ ദൈവത്തെ മാത്രം. ദൈവമെന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളുടെ ഏതോ ഒരു സമുദായ ദൈവത്തെക്കുറിച്ചല്ല ഖുർആൻ സംസാരിക്കുന്നത്, പ്രവാചകൻ പഠിപ്പിച്ചതും പരിചയപ്പെടുത്തിയതും. ദൈവം ആരാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൻ്റെ പ്രിയാമ്പിളായ, വിശുദ്ധ ഖുർആനിൻ്റെ ആരംഭവും ആമുഖവുമായ സൂറത്തു ഫാത്തിഹ. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ആരംഭമെന്നാണ്. ഏതൊരു വായനക്കാരനും വിശുദ്ധ ഖുർആൻ നിവർത്തിയാൽ അതിലാദ്യം കാണുന്ന അധ്യായം അവിടെ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ ദൈവത്തിനാണ്, ഏകനായ ദൈവത്തിനാണ് സർവസ്തുതിയുമെന്നാണ്. മുസ്ലിങ്ങളുടെ രക്ഷിതാവായ ദൈവമെന്നല്ല, അറബികളുടെ രക്ഷിതാവായ ദൈവമല്ലെങ്കിൽ ഖുറൈശികളുടെ, മുഹമ്മദ് നബിക്ക് ജന്മം നൽകിയ മുഹമ്മദ് നബിയുടെ ഗോത്രമായ ഖുറൈശികളുടെ ദൈവമായ അള്ളാഹുവിനെ എന്നല്ല, ലോകരുടെ രക്ഷിതാവായ ദൈവം. ലോകത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഏകനായ ഒരൊറ്റ ശക്തിക്ക് മാത്രമേ അടിമപ്പെടുകയും ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യാവൂ എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ആദർശത്തിൻ്റെ അർത്ഥം. അത് ജമാഅത്തെ ഇസ്ലാമി എവിടെ നിന്നോ എന്തോ പുതുതായിട്ട് കണ്ടുപിടിച്ച് അവതരിപ്പിക്കുന്ന കാര്യമല്ല. അത് വിശുദ്ധ ഖുർആനിൻ്റെ അലംഘനീയമായ അവിതർക്കിതമായ ആശയമാണ്. മുസ്ലിം സമൂഹത്തിലെങ്കിലും അതിൽ ഒരു തർക്കത്തിനുമുള്ള സാധ്യതയില്ല. അതാണ് ഖുർആനിൻ്റെ ആശയം, ഉള്ളടക്കമെന്ന് അതിലൂടെ കടന്നു പോകുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതാണ് ഈ പ്രപഞ്ചത്തെ അഖിലം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ സമസ്താധികാരങ്ങളും കൈവശം വെച്ചിരിക്കുന്നത് ഏകനായ ദൈവമാണ്. അവനതാർക്കും പങ്കുവെച്ചിട്ടില്ല, അതുകൊണ്ട് അവനിലൊരു പങ്കുകാരുമില്ല. അതുകൊണ്ട് എല്ലാ സഹായങ്ങളും അർത്ഥനകളും പ്രാർത്ഥനകളും കീർത്തനങ്ങളും എല്ലാം നൽകേണ്ടത്, അർപ്പിക്കേണ്ടത് ആ ഏകനായ ശക്തിക്കാണ് എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. അതിൽ തന്നെ അന്തർലീനമായ രണ്ടാമത്തെ അർത്ഥമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ പടച്ചത് ആ ഏകനായ ദൈവം, നമ്മെ എല്ലാവരെയും പടച്ചത് ആ ഏകനായ ദൈവമായതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ജീവിതത്തിൻ്റെ ശരി എന്താണ്, തെറ്റെന്താണ്, അതിൻ്റെ ദിശാസൂചികകൾ നിർണയിച്ചു നൽകേണ്ടതും ആ ഏകനായ ദൈവമാണ്. അത് ആരാധനയുടെയും അനുഷ്ഠാനത്തിൻ്റെയും ആചാരത്തിൻ്റെയും മണ്ഡലത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയത്തിലും രാഷ്ട്രഭരണത്തിലും സർവത്തിലും ആ ദൈവമാണ് ശരിയും തെറ്റും. ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഹലാലും ഹറാമും, ലോകത്തിൻ്റെ പൊതുവായ രാഷ്ട്രമീമാംസയുടെ സാങ്കേതിക ഭാഷ കടമെടുത്താൽ നിയമവും നിയമവിരുദ്ധതയും എന്താണ് എന്ന അടിസ്ഥാനപരമായി അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ദൈവവും പ്രവാചകനും പഠിപ്പിക്കണമെന്നല്ല, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ദൈവപ്രോക്തമാണ്, പ്രവാചകാധ്യാപനത്തിലുള്ളതാണ്. അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നതാണ്. വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, സാമൂഹിക ജീവിതത്തിൽ, രാഷ്ട്രീയത്തിൽ, സർവത്തിലും ആ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ആദർശവാക്യത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. എന്നാൽ ഇതിലൊരു ബലാത്കാരവുമില്ല. ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. സർവപ്രവാചകന്മാരും ഈ ലോകത്ത് വന്നിട്ട് വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ജനപഥങ്ങളിൽ ആഗതരായ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാരെല്ലാം ലോകത്തോട് പറഞ്ഞ കാര്യമാണിത്. പക്ഷേ അവരെല്ലാം അതിനോട് ചേർത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിലൊരു ബലപ്രയോഗവുമില്ല. ഇത് ആരെയെങ്കിലും ഭയപ്പെട്ടിട്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്നതല്ല. ഏത് ഖുർആനിൽ നിന്നാണോ ദൈവം മാത്രമാണ്, ഏകനായ ഒരു ശക്തി മാത്രമാണ്, അതിന് അറബി ഭാഷയിൽ അല്ലാഹു എന്ന് പറയുന്നു, അതിന് ഇംഗ്ലീഷിൽ ദി ഗോഡ് എന്ന് പറയാം, മലയാളത്തിൽ ആ ഏകനായ ദൈവമെന്ന് പറയാം. ആ ഒറ്റ ശക്തി മാത്രമാണ് ആരാധനക്കും ജീവിതത്തിൻ്റെ വിധേയത്വത്തിനും അർഹനായിട്ടുള്ളത് എന്ന ആശയം ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ സർവരും സ്വീകരിച്ചത് ഏതൊരു വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണോ, ഖുർആനിൽ നിന്നാണോ,
അതേ ഖുർആനിലുള്ളതാണ്. മതത്തിലൊരു ബലപ്രയോഗവുമില്ല. ഈ ആദർശത്തിലൊരു ബലപ്രയോഗത്തിനും പഴുതില്ല, പ്രസക്തിയില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ. ഈ ദീനിലോ ഒരു തരത്തിലുള്ള ബലപ്രയോഗവുമില്ല. ഇത് ആശയ സംവാദത്തിൻ്റെയും ആദർശ സംവേദനത്തിൻ്റെതുമൊക്കെയായ കാര്യമാണ് എന്നതാണ്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശമെന്ന് പറയുന്നത്. ഇത് വർഗീയതയാണ് എന്ന് CPIM-കാർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവരിവിടെ വേദി കെട്ടിയിട്ടത് പറയണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാ ഞങ്ങൾ ഇവിടെ വിശദീകരിച്ച, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ഇതിനേക്കാൾ വിസ്തരിച്ച് വിശദീകരിച്ചിട്ടുള്ള ഈ ലാ ഇലാഹ ഇല്ലല്ലയാണ് നിങ്ങളെ തീവ്രവാദികളെന്ന് ഞങ്ങൾ വിളിക്കുന്നതിൻ്റെ കാരണം എന്നാണ് CPIM കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അഭിപ്രായമെങ്കിൽ അത് വെട്ടിത്തുറന്ന് ധീരമായിട്ട് പറയാൻ നിങ്ങൾ ഒരുങ്ങണം. സംവാദത്തിന് ഇവിടെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒക്കെയാണ്, ഒരുക്കമാണ്. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ അതേസമയം ഇതിലെന്താണ് മനുഷ്യവിരുദ്ധമായിട്ടുള്ളത്, അമാനവികമായിട്ടുള്ളത്? മനുഷ്യ സംഗമം നടത്തി കൈവെട്ടുമെന്ന് പറയുന്നവരാണല്ലോ നിങ്ങൾ. ഇതിലെന്താണ് അമാനവികമായിട്ടുള്ളത് എന്ന് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ, സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, എൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, എൻ്റെ ഗോത്രത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, എൻ്റെ ദേശത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അത് ദൈവപ്രോക്തമായ, സനാതനമായ, ശാശ്വതമായ, എറ്റേണലായ, ദൈവികമായ, അതുകൊണ്ട് തന്നെ മാനവികവുമായ മൂല്യസംഹിതകളുടെ അടിസ്ഥാനത്തിലാണ് എന്നതാണ്. ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള അവകാശാധികാരങ്ങൾ ദൈവത്തിനാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ്, അത് പാർട്ടിക്കാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായ TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊലപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നത്, ഞങ്ങൾക്ക് സാധിക്കാതിരിക്കുന്നത്. കാരണം മനുഷ്യന്റെ ജീവൻ അത് പവിത്രമാണ് എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതില് ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് സ്വാർത്ഥ താല്പര്യങ്ങൾ അനുസരിച്ചല്ല, മറിച്ച് ദൈവപ്രോക്തമായ മൂല്യങ്ങൾ അനുസരിച്ചാണ്. ഇതിനാണ് ജമാഅത്തെ ഇസ്ലാമി ഹക്കിമിയത്ത് എന്ന് പറയാറുള്ളത്. ഇതിലെവിടെയാണ് മനുഷ്യവിരുദ്ധമായിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ 14 ജില്ലകളിലും ഈ ആശയം അങ്ങാടികളില് എല്ലാ ജാതി മതസ്ഥരുമായ മനുഷ്യരുടെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശവും ലക്ഷ്യവും കർമ്മപരിപാടിയും വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകരുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയുടെയും പ്രവർത്തന പരിപാടികളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ കാരണം എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ വിശദീകരിക്കാൻ പറ്റുന്നതല്ലാത്ത ഒന്നും ഞങ്ങളുടെ കൈവശമില്ല എന്നതുകൊണ്ടാണ്. സഖാക്കളെ പറയൂ, ഈ ആദർശത്തില് മനുഷ്യവിരുദ്ധമായിട്ടുള്ളത് എന്താണ് എന്നല്ല, ഇതാണ് ഏറ്റവും മാനവികമായ ആദർശമെന്ന് പറയുന്നത്. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വർഗ സിദ്ധാന്തം അതെത്ര മാനവിക വിരുദ്ധമാണ് എന്നതിന് അതൊരു പൊതുയോഗത്തിൽ പ്രസംഗിച്ച് തീർക്കാൻ പറ്റില്ല. ദേശീയ ഭ്രാന്ത്, ദേശമാണ് സത്യാസത്യങ്ങളുടെ, നീതിന്യായങ്ങളുടെ മാനദണ്ഡമെന്ന് പറയുന്ന ആധുനിക സങ്കല്പമാണ് ഒന്നും രണ്ടും ലോകയുദ്ധങ്ങൾ സൃഷ്ടിച്ചത്. അത് ലോകത്തിന് സംഭാവന ചെയ്തതാണ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്, മുസോളിനി എന്ന് പറയുന്നത്. അപ്പോൾ നീതിയുടെയും ന്യായത്തിൻ്റെയും മാനദണ്ഡം ദേശമല്ല, വ്യക്തി താല്പര്യങ്ങളല്ല, സമുദായ താല്പര്യമല്ല, ദൈവപ്രോക്തമായ മൂല്യമാണ് എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇഖാമത്തുദ്ദീനാണ്. എന്താ അതിൻ്റെ അർത്ഥം? അതൊരു ഖുർആനിക പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം ദീന് സ്ഥാപിച്ച് നിലനിർത്തുക എന്നാണ്. എന്താ ദീന്? ഇസ്ലാം എന്താണോ അത് അല്ലേ? ഇസ്ലാമിനോട് ഞങ്ങൾക്ക് വലിയ ഒരു തർക്കവും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ആ ദീന് സ്ഥാപിച്ച് നിലനിർത്തുന്നതിൽ നിങ്ങൾക്ക് എന്തിനാ തർക്കം?
അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഭീകരപ്രവർത്തനമാവുന്നത്? ഇസ്ലാം ഭീകരമല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടല്ലോ. എങ്കിൽ ഭീകരമല്ലാത്ത ഇസ്ലാം ഞങ്ങൾ ഇവിടെ സ്ഥാപിച്ച് നിലനിർത്താൻ ശ്രമിക്കുന്നു. അതുമാത്രം എങ്ങനെയാണ് ഭീകരപ്രവർത്തനമാവുന്നത്? ദീന് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. വിശ്വാസികൾ നമസ്കരിക്കണം, 5 നേരം നമസ്കരിക്കണം. അത് സാധ്യമാകുന്നത്ര അളവിൽ അത് സംഘടിതമായിട്ട് നമസ്കരിക്കണം. എല്ലാ വെള്ളിയാഴ്ചകളിലും നിർബന്ധമായ സംഘടിത പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെ നാട്ടിൽ സ്ഥാപിച്ച് നിലനിർത്തൽ ഇഖാമത്തുദ്ദീനാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. മൻ അഖാമ സ്വലാ ഫഖദ് അഖാമദ്ദീൻ. ആര് നമസ്കാരത്തെ സ്ഥാപിച്ച് നിലനിർത്തുന്നുവോ അത് ദീനിനെ നിലനിർത്തലാണ്. ഇതിലെവിടെയാ സഖാവേ ഭീകരത? ഇനി നാട്ടിൽ നീതിയും ന്യായവും സ്ഥാപിക്കപ്പെടണം. നീതിയാണ് ദൈവപ്രോക്തമായ മാനദണ്ഡങ്ങളാണ് നീതിയുടെ അടിസ്ഥാനമെന്ന പ്രബോധനം മാത്രമല്ല, അതിവിടെ സ്ഥാപിച്ച് സാധ്യമാകുന്ന രീതിയിൽ നീതിയും ന്യായവും ഒക്കെ ഈ നാട്ടിൽ സ്ഥാപിക്കപ്പെടണം. അത് ഇഖാമത്തുദ്ദീൻ, ദീനിനെ സ്ഥാപിച്ച് നിലനിർത്തുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിലെ സർവ്വജീവൽ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നീതി സ്ഥാപിക്കപ്പെടണം. ജമാഅത്തെ ഇസ്ലാമി മനുഷ്യരെ നമസ്കാരത്തിലേക്ക് വിളിക്കുന്ന പ്രസ്ഥാനമാണ്. നമസ്കാരം ബാധ്യതയാകുന്നത് മുസ്ലിം വിശ്വാസികൾക്കാണ്. അതുകൊണ്ട് അവരെയാണ് സവിശേഷമായിട്ട് നമസ്കാരത്തിലേക്ക് വിളിക്കുന്നത്. എല്ലാ മനുഷ്യരെയും അത് ഇസ്ലാമിലേക്ക് പൊതുവായിട്ട് വിളിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പള്ളികൾ സ്ഥാപിച്ച് നിലനിർത്തി പരിപാലിക്കുന്ന പ്രസ്ഥാനമാണ്. കാരണം അത് ഇഖാമത്തുദ്ദീനിന്റെ ഭാഗമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമി പള്ളി സ്ഥാപിക്കുന്നത് പോലെ നീതി സ്ഥാപിക്കാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അതിൻ്റെ പോഷക സംവിധാനങ്ങളുടെ അതിൻ്റെ പ്രവർത്തകർ അണിനിരക്കുന്ന രാഷ്ട്രീയ ബഹുജന പ്രസ്ഥാനങ്ങളുടെ അത് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ദൃശ്യ ശ്രാവ്യ അച്ചടി മാധ്യമങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ ഒരു ഉത്തോലകമെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു അച്ചുതണ്ടെന്ന് പറയുന്നത് നീതിക്ക് സാക്ഷ്യം വഹിക്കലും നീതി സ്ഥാപിക്കലുമാണ്. അതുകൊണ്ടാണ് അത് നീതി നിഷേധിക്കപ്പെടുന്ന ദളിതുകൾക്ക്, ആദിവാസികൾക്ക്, ഭൂരഹിതർക്ക്, വികസനത്തിന്റെ ഇരകളായ വികസനം അഭയാർത്ഥികളാക്കി മാറ്റുന്ന മനുഷ്യർക്ക്, ഇന്നാട്ടിലെ മുസ്ലിങ്ങൾക്ക്, ഇന്നാട്ടിൽ ഏറ്റവും അധികം നീതി നിഷേധിക്കപ്പെടുന്നൊരു സമൂഹമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് CPIM പോലും കേരളത്തില് CPM-നെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പല മാധ്യമ പ്രവർത്തകരുമുണ്ട്. അവരുടെയൊന്നും കൈവെട്ടും കാലുവെട്ടും തലവെട്ടുമെന്ന് CPIM പറയാറില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പത്രപ്രവർത്തകര് മാന്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചാൽ പോലും മറുഭാഗത്ത് അമാന്യമായ വിമർശനങ്ങളുടെ എത്രയോ എപ്പിസോഡുകൾ കാണിച്ചു തരാം. പക്ഷേ മറ്റത് പറയുന്നത് മുസ്ലിങ്ങൾ ഇവിടെ അങ്ങനെ നീതിക്കർഹരായൊരു കൂട്ടരല്ല, അവര് തുല്യനീതി അർഹിക്കാത്തവരാണ് എന്ന പൊതുബോധം നിലനിൽക്കുന്നത് കൊണ്ടാണ്, അത് CPIM-ഉം ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ്. ഉള്ളാലെയോ കുറെ പുറത്തും ഒക്കെയായിട്ട്. അപ്പോ നീതി നിഷേധിക്കപ്പെട്ടൊരു സമൂഹം എന്ന നിലക്ക് ആ നീതി നിഷേധങ്ങൾക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി ശബ്ദിക്കും. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും സന്നാഹങ്ങളും ശബ്ദിക്കും. കാരണം അത് നീതിക്ക് സാക്ഷ്യം വഹിക്കലാണ്. പക്ഷെ അത് മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമല്ല, നീതി ആർക്കൊക്കെ നിഷേധിക്കപ്പെടുന്നുണ്ടോ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് CPIM-കാര് പറയാറുള്ളത് ഇത് ജമാഅത്തിന്റെ അടവ് നയമാണ് എന്നാണ്. ഈ അടവ് നയം എന്നുള്ളത് ഓരോ ആശയക്കാർക്കും ഓരോ പാർട്ടിക്കും അതിൻ്റെ സാങ്കേതിക പദങ്ങളുണ്ട്. ഇപ്പം സ്വലാത്ത് എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ ഒരു സാങ്കേതിക പദമാണ്. നമ്മൾ ഹിന്ദു മതക്കാരോട് അതിൻ്റെ സ്വലാത്ത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ സ്വലാത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. കാരണം അത് ഇസ്ലാമിൻ്റെ ഒരു പരിപാടിയും അതുകൊണ്ട് തന്നെ അതിൻ്റെ സാങ്കേതിക പദവുമാണ്. ഈ അടവ് നയം എന്ന് പറഞ്ഞാൽ ആരുടെ സാങ്കേതിക പദ? നിങ്ങൾ കോൺഗ്രസ്സുകാരോട് പോയിട്ട്, മുസ്ലിം ലീഗുകാരോട് പോയിട്ട്, അല്ലെങ്കിൽ BJP-ക്കാരോട് ചോദിച്ചിട്ട് പോയിട്ട് നിങ്ങൾ ഇക്കാര്യത്തിലെ അടവ് നയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തുണ്ടാവില്ല. കാരണം അതൊരു കമ്മ്യൂണിസ്റ്റ് ടെർമിനോളജിയാണ്, സാങ്കേതിക പദമാണ്. അപ്പോൾ നിങ്ങളെപ്പോലെയാണ് ഞങ്ങളുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് ഒരു അടവ് നയവുമല്ല, ഇത് നയമാണ്, ഇത് ആദർശമാണ്, ഇത് ഞങ്ങളുടെ ലക്ഷ്യപൂർത്തീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീന് നിങ്ങൾക്കതിനോട് വിയോജിപ്പുണ്ടാകാം,
നിങ്ങൾ പറയുന്നതിനോട് കമ്മ്യൂണിസത്തോട് ഞങ്ങൾക്കും വിയോജിപ്പുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിസത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരിക്കെ തന്നെ നമ്മൾക്കും നിങ്ങൾക്കുമിടയിലെ പൊതുവായ ചില കാര്യങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് വിശുദ്ധ ഖുർആൻ സവാഉം ബൈനനാ വബൈനക്കും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിലെ തുല്യമായ കാര്യം നിലനിന്നിരുന്ന കാലത്ത് ഞങ്ങൾ നിങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. അത് കമ്മ്യൂണിസം ശരിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ടല്ല. കമ്മ്യൂണിസത്തിനും ഇസ്ലാമിനും, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇസ്ലാമിക പ്രസ്ഥാനത്തിനും ഇടയിൽ സാമ്രാജ്യത്വ വിരുദ്ധതയുടെയും മുതലാളിത്ത വിരുദ്ധതയുടെയും ഫാഷിസ്റ്റ് വിരുദ്ധതയുടേതുമൊക്കെയായ പൊതുതലങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഇസ്ലാമിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം, കമ്മ്യൂണിസത്തോട് ഞങ്ങൾക്കും വിയോജിപ്പുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നതെങ്കിൽ അതിന് തീവ്രവാദം, ഭീകരവാദം എന്നൊക്കെയുള്ള തെറിവാക്കൊന്നും പറയേണ്ടതില്ല. നമുക്ക് സ്റ്റേജ് കെട്ടിയിട്ട് നേരത്തെ ഫൈസൽ സാഹിബ് പറഞ്ഞതുപോലെ മാന്യമായ സംവാദം നടത്താം. നമ്മൾ അങ്ങനെ ഒരുപാട് നടത്തിയിട്ടുള്ള കൂട്ടരുമാണല്ലോ. അതുകൊണ്ട് നമുക്ക് തുടരാം എന്നേ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ കർമ്മമാർഗം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയുടെ ആദ്യ ഭാഗത്തിന് 3 ഭാഗങ്ങളുണ്ട്. 1 ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശമാണ്, 2 ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമാണ്, 3ാമത്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ കർമ്മമാർഗമാണ്. എന്താ കർമ്മമാർഗം? ഈ ആദർശം പ്രചരിപ്പിക്കാൻ, ഈ ലക്ഷ്യം നേടിയെടുക്കാൻ ഈ കർമ്മമാർഗമനുസരിച്ച് മാത്രമേ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് അതിൽ പറയുന്നത്. അതിലേറ്റവും പ്രധാനമായത് നാട്ടില് വർഗീയ സംഘർഷമുണ്ടാക്കുന്നതോ വർഗ സംഘട്ടനമുണ്ടാക്കുന്നതോ ആയ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ പ്രസ്ഥാനം നടത്തുകയില്ല. സമാധാനപരവും രചനാത്മകവുമായ പ്രവർത്തന ശൈലിയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുക എന്നതാണ്. ഇതിൻ്റെ ചില വിശദാംശങ്ങൾ ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിലെ തീവ്രവാദം എന്താണ്? ഇതിലെ വർഗീയത എന്താണ്? ഇതിലെ മാനവിക വിരുദ്ധത എന്താണ് എന്നതാണ് CPIM-കാർ പറയേണ്ടത്. ഇനി മതരാഷ്ട്രവാദം, ഇതാണല്ലോ ആകെ കൂടി ഒരു പുകമറ. വളരെ ലളിതമായൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സംഘടനാ ഭാഷ പൊതുവെ ഉറുദുവാണ്. ഇസ്ലാമിൻ്റെ ഒരു ഔദ്യോഗിക ഭാഷ അറബിയാണ്. ഈ 2 ഭാഷയിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങളൊന്ന് മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞേ. ആ 2 ഭാഷ അറിയുന്ന ആളുകൾ, കമ്മ്യൂണിസ്റ്റുകൾ പോലുമായ ആളുകൾ, അല്ലെങ്കിൽ ജമാഅത്തും അല്ല കമ്മ്യൂണിസ്റ്റും അല്ലാത്ത ആളുകൾ ഈ നാട്ടിൽ ഒരുപാടുണ്ടല്ലോ. മതരാഷ്ട്രവാദം അതൊന്ന് അറബി പറഞ്ഞേ, അല്ലെ ഒന്ന് ഉറുദുവിൽ പറഞ്ഞേ. ഇല്ല, അത് അങ്ങനെ ഇപ്പോൾ പറയാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യത്തിൽ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ, ഖുർആനിൽ, സുന്നത്തിൽ വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങളിൽ, സയ്യിദ് അബുൽ-ആല മൗദൂദിയുടെ രചനകളിൽ മതരാഷ്ട്രവാദം എന്നൊരു വാക്ക് നിങ്ങൾ കാണിക്ക്. ജമാഅത്തെ ഇസ്ലാമിക്ക് അതില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവതാണ്. അത് നിങ്ങൾ രൂപപ്പെടുത്തിയ, നിങ്ങൾ കോയിൻ ചെയ്ത ഒരു വാക്കാണ്. എന്തിന്? ഞങ്ങളെ തെറി വിളിക്കാൻ. അല്ലാതെ അതും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമായിരുന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ, സാഹിത്യങ്ങളിൽ അതുണ്ടാകും. ജമാഅത്തെ ഇസ്ലാമി അതെന്താണ് എന്ന് മനുഷ്യരോട് പറയും. ഇനി മതരാഷ്ട്രവാദം എന്താണ്? അതുകൊണ്ട് അതെന്താന്നുള്ളത് പറയുന്ന ആളോട് ചോദിക്കണം, എങ്കിലേ മനസ്സിലാവുള്ളൂ. കാരണം അയാൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അയാൾ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ട് യൂറോപ്പിൽ നിലനിന്നിരുന്ന പുരോഹിത വാഴ്ചയാണെങ്കിൽ, സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ക്രൈസ്തവ മതത്തിൽ പൗരോഹിത്യമുണ്ട്. നിങ്ങൾക്ക് കുമ്പസരിക്കണം, പശ്ചാത്തപിക്കണമെങ്കിൽ ഒരു പുരോഹിതന്റെ മാധ്യസ്ഥത്തിലൂടെയാണ് അത് സാധ്യമാവുക. അത് ശരിയോ തെറ്റോ എന്നതല്ല എൻ്റെ ഇവിടുത്തെ വിഷയം. ക്രൈസ്തവ മതം അങ്ങനെയാണ്. അതിൻ്റെ ആത്മീയതയിൽ പൗരോഹിത്യമുണ്ട്. പൗരോഹിത്യം എന്ന വാക്ക് ഇസ്ലാമിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു മോശം വാക്കാണെങ്കിലും ക്രൈസ്തവതയുടെ കോണ്ടക്സ്റ്റിൽ അതൊരു ചീത്ത വാക്കല്ല. പുരോഹിതനായി, അഭിഷക്തനായി എന്നാണ് പറയാറ്. അവർ ലോകമടക്കി വാണിരുന്ന, യൂറോപ്പ് ഭരിച്ചിരുന്നൊരു കാലത്ത് അവരുടെ ഭരണത്തിലും പൗരോഹിത്യമുണ്ട്. ഇസ്ലാമിൻ്റെ ആത്മീയതയിലും പൗരോഹിത്യമില്ല, അതിൻ്റെ രാഷ്ട്രീയത്തിലും പൗരോഹിത്യമില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് അത് മറ്റ് മതസ്ഥരുടെ എല്ലാ അവകാശങ്ങളെയും നിഷേധിച്ചു കളയുന്ന
ഒരു ഭരണമാണ്, അതിനാണ് ഞങ്ങൾ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് എന്നാണെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. ഇസ്ലാമിൽ ഭരണത്തിന് അതിൻ്റെ എല്ലാ അടിത്തറകൾ ഉണ്ടായിരിക്കെ തന്നെ മറ്റ് മതസ്ഥരുടെ അപരപ്രിയം എന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രയോഗം മലയാളത്തിലുണ്ട്. അപരരെ കുറിച്ച് വലിയ പരിഗണനകൾ പുലർത്തിയ ഒരാശയമാണിത്. നിങ്ങളെപ്പോലെ അപരരെയൊക്കെ വർഗശത്രുവെന്ന് മുദ്രകുത്തി ഉന്മൂലനം ചെയ്യുക എന്നതല്ല ഇസ്ലാമിൻ്റെ സിദ്ധാന്തം, രാഷ്ട്രീയ സമീപനമെന്ന് പറയുന്നത്. മറിച്ച് ഇസ്ലാം അല്ലാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിലുണ്ടാകും. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും ഉണ്ടാകും. അവർ സംരക്ഷിതരായ പൗരന്മാരാണ്. അവർക്ക് അവരുടെ വ്യക്തിപരവും മതപരവും സാമൂഹികവുമായ എല്ലാവിധ അവകാശങ്ങളുമുണ്ട്. അതിൽ നിങ്ങൾ സംവാദത്തിനൊരുക്കമാണെങ്കിൽ അതിലും ഞങ്ങൾ ഒരുക്കമാണ്. ഒരു ഇസ്ലാമിക രാഷ്ട്രക്രമം എങ്ങനെയാണ് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് അവകാശങ്ങൾ വകവച്ചു കൊടുക്കുന്നത് എന്ന പ്രമാണപരമായ സംവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ്. ഇനി പ്രമാണമല്ല വിഷയം, ചരിത്രമാണ് വിഷയമെങ്കിൽ ലോകത്ത് കഴിഞ്ഞ 1400 വർഷങ്ങളായിട്ട് വ്യത്യസ്ത ഇസ്ലാമിക സമൂഹങ്ങൾ, അവരിൽപ്പെട്ടവരല്ലാത്ത ജൂതന്മാർ, ക്രൈസ്തവ സമൂഹത്തിലെ വ്യത്യസ്ത ഡിനോമിനേഷനുകളിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ ക്രൈസ്തവ സഭകളുടെ ആക്രമണത്തിന് വിധേയരായ പൗരസ്ത്യ ക്രൈസ്തവ സഭകളിൽപ്പെട്ട ആളുകളെ അബ്ബാസിയ, ഉമവി, അബ്ബാസി, ഉസ്മാനി ഖിലാഫത്തുകൾ ഒക്കെ എങ്ങനെയാണ് ലോകത്ത് സംരക്ഷിച്ചത് എന്നതിൻ്റെ ചരിത്രം വെച്ചുള്ള സംവാദത്തിനാണെങ്കിൽ അതിനും ഞങ്ങൾ ഒരുക്കമാണ്. ജൂത മുസ്ലിം പ്രശ്നമാണ് ഫലസ്തീൻ പ്രശ്നമെന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ. ജൂതന്മാർ ക്രൈസ്തവ യൂറോപ്പിനാൽ വേട്ടയാടപ്പെട്ട കാലത്ത് എങ്ങനെയാണ് മുസ്ലിം സമൂഹം ലോകത്ത് ജൂതരെ സംരക്ഷിച്ചത് എന്നത് ചരിത്ര സാക്ഷ്യമാണ്. ബെർണാഡ് ലൂയിസ് എന്ന് പറയുന്ന കുപ്രസിദ്ധനായ ഓറിയന്റലിസ്റ്റ് ഉണ്ട്. ജീവിതകാലം മുഴുവൻ ഇസ്ലാമിനെ വിമർശിക്കാൻ, മുസ്ലിങ്ങളെ അപഹസിക്കാൻ വേണ്ടി ജീവിച്ച വലിയ പണ്ഡിതനാണ് അദ്ദേഹം പോലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ജൂതർക്ക് ലോകത്ത് തുടർച്ചയുണ്ടായത് മുസ്ലിങ്ങൾ സംരക്ഷിച്ചത് കൊണ്ടാണ് എന്നത്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോ എന്തിനാണ് നിങ്ങൾ മതരാഷ്ട്രം എന്ന് പറയുന്നത്? അതേസമയം ഇസ്ലാം എന്ന് പറയുന്നത് അത് വ്യക്തി ജീവിതത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും പരിമിതമായ ഒന്നാണ്. അതിന് രാഷ്ട്രസങ്കല്പമോ രാഷ്ട്രീയമോ ഇല്ല. ഉണ്ടെന്ന് പറയുന്നതാണ് മതരാഷ്ട്രം, അതാണ് തീവ്രവാദം, അതാണ് ഭീകരപ്രവർത്തനം എന്നാണെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമി പുതുതായിട്ട് കണ്ടുപിടിച്ചതല്ല. അത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട് എന്നതല്ല. അത് ഇന്നാട്ടിന് നിങ്ങളുടെ കമ്മ്യൂണിസത്തെക്കാൾ എത്രയോ പരിചയമുള്ള ആദർശമാണ് സഖാവേ. ഇവിടെ 1498 വാസ്കോഡ ഗാമ കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയപ്പോ ആ വാസ്കോഡ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ ആഫ്രിക്കൻ നാടുകളിലേക്കുള്ള യൂറോപ്യന്മാരുടെ കോളനിവൽക്കരണത്തിന്റെ, അങ്ങനെയാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾ ഇന്ത്യയിൽ കടന്നു വന്ന് 2 നൂറ്റാണ്ടുകാലം ഭരിക്കുന്നത്. അതിൻ്റെ സമാരംഭമാണ് ആ വാസ്കോഡ ഗാമയുടെ ഇറക്കം എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് മാത്രമല്ല, ലോകം മുഴുവനുമുള്ള ഏഷ്യൻ ആഫ്രിക്കൻ നാടുകളിലേക്കുള്ള യൂറോപ്യന്മാരുടെ കോളനി വാഴ്ചയുടെ ആരംഭമായിരുന്നു അത്. അതിനെതിരായിട്ട് കേരളത്തിൽ പോരാട്ടത്തിനിറങ്ങിയത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. അവരാണ് അതിന് ആശയപരമായ അടിത്തറയും നേതൃത്വവും നൽകിയത്. കാരണം സാമ്രാജ്യത്വ അധിനിവേശത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിന്, പ്രവാചകന്റെ ചര്യക്ക്, അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഫിഖ്ഹിന്റെ കിതാബ് എഴുതിയ സൈനുദ്ദീൻ അൽ മഖ്തൂം തന്നെയാണ് പോരാളികൾക്ക് സമ്മാനമെന്ന് പേരുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ താത്വികാടിത്തറകൾ വിശദീകരിക്കുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയത്. അന്ന് മാർക്സും എംഗൽസും ജനിച്ചിട്ടില്ല സഖാക്കളെ. സാമ്രാജ്യത്വ പോരാട്ടം, വിരുദ്ധ പോരാട്ടമൊക്കെ മുസ്ലിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചതാണെന്നൊക്കെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രം പഠിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവിടെ ജാതി മേൽക്കോയ്മക്കെതിരായിട്ട്, ജമ്മിത്വത്തിനെതിരായിട്ട്, സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടങ്ങൾ നയിച്ചത് ആരാണ്? മമ്പുറം ഫസൽ പൂക്കോയ തങ്ങള്
ഈ നാട്ടിൽ ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന കാലത്ത്, ജമ്മിത്വവും സാമ്രാജ്യത്വവും കൊളോണിയലിസവും കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത് അതിനെതിരായ പോരാട്ടങ്ങൾ നടത്തുന്നത് കാണാൻ കഴിയും. അവരുടെ പോരാട്ടത്തിൻ്റെ അടിത്തറ ഇസ്ലാമാണ്. മമ്പറം തങ്ങള് മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട അധസ്ഥിതരായ മനുഷ്യരോട്, ഹൈന്ദവ സമൂഹത്തിലെ ജാതിയിൽ താഴ്ത്തപ്പെട്ട മനുഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരെയും തമ്പ്രാൻ എന്ന് വിളിക്കരുത്. എന്താ കാരണം? അന്ന് തമ്പ്രാൻ എന്ന് വിളിക്കണം അല്ലേ? തമ്പ്രാൻ എന്ന് വിളിക്കരുത്. എന്താ കാരണം? അല്ലാഹു അക്ബർ, ഏകനായ ഒരൊറ്റ ദൈവം മാത്രമാണ് തമ്പിരാൻ. ഒരു ജമ്മിയും ഒരു സവർണ മാടമ്പിയും തമ്പിരാനല്ല. അവരൊക്കെ നമ്മളെപ്പോലെ മനുഷ്യരാണ്. അന്നാസു സവാസിയത്തുൻ കാസ്നാനിൽ മുഷ്ത, പ്രവാചകൻ പറഞ്ഞില്ലേ, ജനങ്ങൾ ചീർപ്പിന്റെ പല്ല് പോലെ സമന്മാരാണ്. എല്ലാവരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ്. എന്ത് തറവാടിത്തം, എന്ത് സവർണത! മനുഷ്യനൊരു തറവാടുണ്ടെങ്കിൽ അത് മണ്ണാണ്. അതുകൊണ്ടാണ് അവസാനം മണ്ണിലേക്ക് മടങ്ങുന്നത്. എല്ലാ തറവാട്ടുകാരുടെയും എല്ലാ സവർണ മാടമ്പിമാരുടെയും മടക്കം അവിടുത്തേക്കാണ്. വിളിക്കരുത്, എച്ചില് തിന്നരുത്. അമ്പരന്തങ്ങൾ പറഞ്ഞു, അന്ന് തമ്പുരാക്കന്മാര് ജമ്മിമാര് കഴിച്ചതിൻ്റെ ബാക്കി മണ്ണിൽ കുഴുകുത്തിയിട്ട് ഇലന വെച്ചിട്ട് അതിലാണ് കൊടുത്തിരുന്നത്. തിന്നരുത്. എന്താ കാരണം? വലക്കത് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, അവരെ നാം നല്ലതാഹരിപ്പിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിങ്ങളെ നാം ആദരിച്ചിരിക്കുന്നുവെന്നോ വിശ്വാസികളെ നാം ആദരിച്ചിരിക്കുന്നുവെന്നോ അല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ ഒരു മതപാത്ര പുസ്തകമോ ഒരു സമുദായത്തിന്റെ കാര്യം പറയുന്ന പുസ്തകമോ ഗ്രന്ഥമോ അല്ല. ഇത് മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്ന, മനുഷ്യരോട് സംസാരിക്കുന്ന ഗ്രന്ഥമാണ്. ഇത് പറഞ്ഞിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയായത്, തീവ്രവാദിയായത്. ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇത് ഞങ്ങളുടെ മതത്തിന്റെ മാത്രം കാര്യമാണ്, ഇത് ഞങ്ങളുടെ പള്ളിയുടെ കാര്യമാണ്, സമുദായത്തിന്റെ കാര്യമാണ്, ബാക്കി മനുഷ്യന്റെ കാര്യമൊക്കെ മനുഷ്യ സംഗമം നടത്തുന്ന മാർക്സിസ്റ്റുകാർക്ക് ഞങ്ങൾ വിട്ടുതന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നല്ല മിടുക്കൻ കുട്ടികളാകുമായിരുന്നു. പക്ഷേ അങ്ങനെ അല്ല സഖാവേ ഇസ്ലാം. ഇതാ കുഴപ്പം. അപ്പോ മമ്പറം തങ്ങള് അത് പറഞ്ഞിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷവും കേരളത്തില് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നടന്ന വിമോചന സമരത്തില് തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും എന്ന മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ടുണ്ടോ? കോൺഗ്രസ്സുകാർ വിളിച്ചതല്ല, ചില പ്രത്യേക ആൾക്കാർ വിളിച്ച. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോ അത് ഖുർആൻ എന്ന് പറയുന്ന ഒരേ സമയം വിമോചനത്തിന്റെയും മോക്ഷത്തിൻ്റെതുമായ ദൈവിക ഗ്രന്ഥമാണ് മമ്പറം തങ്ങളുടെ അടിത്തറ, പ്രചോദനം എന്ന് പറയുന്നത്. ഈ നാട്ടില് ബ്രിട്ടീഷുകാർക്കെതിരായ സമരം നടത്തിയത്, ഇന്ത്യയിലുടനീളം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതിന് നേതൃത്വം നൽകിയത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ് എന്ന് കാണാൻ കഴിയും. അപ്പോ മതം ഇത്തരം സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്നത് അത് ജമാഅത്തെ ഇസ്ലാമി പുതുതായിട്ട് കണ്ടുപിടിച്ചതല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഏതോ അറബ് നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തൊരു കാര്യമല്ല. ഈ നാടുണ്ടായത്, ഈ നാട് സ്വാതന്ത്ര്യം നേടിയത്, ഈ നാട് ജമ്മിത്വത്തിൽ നിന്നും ജാതി മേധാവിത്വത്തിൽ നിന്നുമൊക്കെ മുക്തമായി ഇന്നു കാണുന്ന തരത്തിലുള്ള ഒരു കേരളമുണ്ടായത് അത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ പോരാട്ടങ്ങളിലൂടെ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രയോ ദൂരെ വഴിമാറി നിൽക്കേണ്ടോരേഴച്ചെറുക്കൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തിരുന്നിടാം, ചെറ്റും പേടിക്കേണ്ട തമ്പുരാനെ എന്ന് ആശാൻ പാടിയത് വെറുതെയല്ല. അങ്ങനെ ഇസ്ലാമിൻ്റെ മാനവികതയും സാഹോദര്യവും ജമ്മിത്വ വിരുദ്ധതയും ജാതി മേൽക്കോയ്മ വിരുദ്ധതയും കോളനി വാഴ്ചാ വിരുദ്ധതയുമൊക്കെ അത് മാത്രമാണെന്നല്ല, അതുകൂടി പങ്കുവഹിച്ചിട്ടുണ്ടായതാണ് ഇന്ന് കാണുന്ന ഇന്ത്യയും കേരളവും എന്ന് പറയുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമി പുതുതായിട്ട് കണ്ടുപിടിച്ച കാര്യമല്ല. ഇതിനാണ് നിങ്ങൾ മതരാഷ്ട്രവാദമെന്ന് പറയുന്നതെങ്കിൽ, ഇതിനാണ് നിങ്ങൾ തീവ്രവാദമെന്ന് പറയുന്നതെങ്കിൽ, ഇതിനാണ് നിങ്ങൾ വർഗീയത എന്ന് പറയുന്നതെങ്കിൽ, ഇതിനാണ് മാനവിക വിരുദ്ധത എന്ന് പറയുന്നതെങ്കിൽ, അത് ഞങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ വലിയ ഒരു ഇസ്ലാമിക പാരമ്പര്യത്തിനു കൂടി ബാധകമാകുന്ന കാര്യമാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.
ജമാഅത്തെ ഇസ്ലാമിയുടെ കർമ്മമാർഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ പിന്നെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇന്ത്യയിലെ ലോകത്തുള്ള എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുന്നവര്, അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ സയ്യിദ് അബുൽ അല മൗദൂദി. അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും മാസ്റ്റർ ബ്രെയിൻ സയ്യിദ് അബുൽ അല മൗദൂദിയാണ് എന്ന് പറയുന്നവരോട് അബുൽ അല മൗദൂദിയുടെ ഉറുദുവിലുള്ള പുസ്തകങ്ങൾ, ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ, മലയാളത്തിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം എന്നാണ്. നിങ്ങളത് വായിച്ചു പോകരുതെന്നല്ല, നിങ്ങളത് വായിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താണ് അട്ടിമറി പ്രവർത്തനങ്ങൾ, ഭീകരപ്രവർത്തനങ്ങളെ കുറിച്ച സയ്യിദ് മൗദൂദിയുടെ നിലപാട്, ജമാഅത്തെ ഇസ്ലാമിയുടെ കർമ്മമാർഗം ഞാൻ പറഞ്ഞു. അതിൻ്റെ തന്നെ വിശദീകരണമാണ് സയ്യിദ് അബുൽ അല മൗദൂദിയുടെ ഇത്തരം വിഷയങ്ങളിലുള്ള നിലപാടെന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ബ്രിട്ടനിൽ ചെന്നപ്പോൾ അവിടുത്തെ ജമാഅത്തുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ അബുൽ അല മൗദൂദിയോട് 70കളിലാണ്, 70കൾക്കൊരു പ്രത്യേകതയുണ്ട്. വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്ന് പറയുന്ന ആശയം ലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു വിദ്യുത് പ്രവാഹമായിട്ട് ലോകത്ത് വിപ്ലവത്തിൻ്റെ വസന്തം വിരിയുകയാണെന്ന് ലോകത്ത് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ആവേശപൂർവ്വം മനസ്സിലാക്കിയിരുന്ന ഒരു കാലമാണ് 60കളുടെ അവസാനവും 70കളുടെ ആരംഭമെന്നുമൊക്കെ പറയുന്നത്. അക്കാലത്ത് ബ്രിട്ടനിൽ ചെന്ന മൗദൂദിയോട് നമുക്കെന്തുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാമൂഹിക പരിവർത്തനത്തിന് ആയുധത്തിൻ്റെ സായുധ പ്രവർത്തനങ്ങളുടെ വഴി സ്വീകരിച്ചുകൂടാ എന്നതിന് മൗദൂദി അതിന് 4 കാരണങ്ങൾ പറഞ്ഞതായി ഇന്ന് മൗദൂദിയുടെ വലിയ വിമർശകനായ സിയാവുദ്ദീൻ സർദാർ എന്ന് പറയുന്ന ലിബറൽ എഴുത്തുകാരൻ പറയുന്നുണ്ട്. അദ്ദേഹം മൗദൂദിയുടെ വലിയ വിമർശകനാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് മൗദൂദിയോടുള്ള ഏറ്റവും വലിയ ബഹുമാനത്തിൻ്റെ ഒറ്റ കാരണം ഈ നിലപാടാണ് എന്ന് മൗദൂദിയെ നഖശികാന്തം വിമർശിക്കുന്ന, പരിഹസിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പരിഹാസങ്ങളൊക്കെ സിക്കിംഗ് പാരഡൈസ് ഡെസ്പറേറ്ററി, സ്വർഗം തേടി നിരാശനായെന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ട സർദാറിൻ്റെ പുസ്തകം ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വായിക്കാം. പക്ഷെ സർദാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സമൂഹത്തോട് മൗദൂദി പറഞ്ഞത് 4 കാരണങ്ങളാൽ നമ്മൾ ഈ പറയുന്ന ആശയം സായുധമായിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം മനുഷ്യരുടെ ബുദ്ധിയിലും ബോധത്തിലുമാണ് പരിവർത്തനങ്ങൾ വരുത്തേണ്ടത്. ആയുധം കൊണ്ട് അത് സാധ്യമല്ല. 2, ആയുധത്തിലൂടെ നിങ്ങളൊരു വിപ്ലവം ഉണ്ടാക്കിയാൽ ആയുധമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ആയുധമുള്ള മറ്റൊരു കൂട്ടർക്കതിനെ അട്ടിമറിക്കുവാൻ കഴിയും. 3, നിങ്ങൾക്ക് സായുധ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ മറ്റു നിരവധി നിയമവിരുദ്ധ അധാർമിക പ്രവർത്തനങ്ങളുമായിട്ട്, കള്ളക്കടത്തുകാരുമായിട്ട്, കരിഞ്ചന്ത ആയുധ കള്ളക്കടത്തുകാരുമായിട്ട്, മയക്കുമരുന്ന് ലോബികളുമായിട്ട്, അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായിട്ട്, അധോലോകങ്ങളുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്കിത് നടത്താൻ കഴിയുള്ളൂ. അത് നമ്മുടെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല. 4, നിങ്ങളുടെ പ്രവർത്തകരെ ആയുധമെടുക്കുവാൻ അനുവദിച്ചാൽ അവർ 1 ശത്രുവിന് നേരെ പ്രയോഗിക്കും. പിന്നീടത് സ്വന്തം പാർട്ടിയിലെ തന്നെ എതിരഭിപ്രായമുള്ള ആളുകൾക്ക് നേരെ പ്രയോഗിക്കും എന്ന് മൗദൂദി സാഹിബ് പറഞ്ഞതായിട്ട് സിയാവുദ്ദീൻ സർദാർ പറയുന്നുണ്ട്. തസ്രീഹാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, ഉറുദുവിലുള്ള പുസ്തകത്തിൽ മൗദൂദി സാഹിബ് പറയുന്നുണ്ട്, നിയമവിരുദ്ധ അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായികൾ ചോദിക്കുകയാണ്, നമ്മൾക്ക് ഈ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ ചെയ്തുകൂടെ? നമ്മുടെ നാട്ടിൽ എത്രയോ സംഘടനക്കാർ അങ്ങനെ പ്രവർത്തിക്കുകയും പലതും നേടുകയും ചെയ്യുന്നുണ്ടല്ലോ. മൗദൂദി സാഹിബ് അവരോട് ചോദിക്കുന്നത്, നിങ്ങളുടെ നാട്ടിൽ കുറേ ആളുകൾ അവരുടെ ആരോഗ്യത്തിനും നാട്ടിൻ്റെ പൊതുവായ ആരോഗ്യത്തിനും ഹാനികരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന കാരണത്താൽ എന്നത് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുവാൻ ഉദ്യുക്തരാവുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിയമലംഘന പ്രവർത്തനത്തെ പോലും മൗദൂദി സാഹിബ് അപലപിക്കുന്നത് കാണാൻ കഴിയും. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ഒരിക്കൽ നിയമം ലംഘിക്കാൻ നിങ്ങൾ ആളുകളെ പഠിപ്പിച്ചാൽ പിന്നെ നിയമം അനുസരിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. ഈ നിയമം പാലിക്കണമെന്ന് സയ്യിദ് മൗദൂദി പറയുന്നത് അത് ഇസ്ലാമിക വ്യവസ്ഥയിലെ നിയമം പാലിക്കണമെന്നല്ല എന്ന് മാത്രമല്ല,
മറിച്ച് അദ്ദേഹം പറയുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലം ബ്രിട്ടീഷുകാരൻ്റെ ഭരണമാണെങ്കിലും ജനാധിപത്യ സെക്കുലർ ഭരണമാണെങ്കിലും അവിടെയെല്ലാം നിയമം പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്നതാണ്. എത്രയെത്രയോ ഉദ്ധരണികൾ സയ്യിദ് അബുൽ അല മൗദൂദിയുടേതായിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയും. ധാരാളം ഉദ്ധരണികൾ ഉദ്ധരിക്കുവാൻ ഇവിടെ സമയം അനുവദിക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മൗദൂദി എങ്ങനെയാണ് ലോകത്തെ അട്ടിമറി പ്രവർത്തനങ്ങളുടെ പൊട്ടിത്തെറികളുടെ മാസ്റ്റർ ബ്രെയിനായി തീരുക എന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ വിശദീകരിച്ചാൽ കേൾക്കാൻ ഞങ്ങൾക്ക് കൗതുകമുണ്ടായിരുന്നു. അവസാനമായിട്ട് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് നമ്മുടെ കൈവിട്ട ആഹ്വാനത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിക്കാർ നാട്ടില് വർഗീയ കലാപമുണ്ടാക്കാൻ, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നാണ്. മതരാഷ്ട്രവാദം പറഞ്ഞിട്ട് അതിപ്പോൾ യേശുന്നില്ല അല്ലേ, പണ്ടൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടപ്പോലെ ഫലിക്കുന്നില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടപ്പോൾ എന്നാൽ പിന്നെ പുതിയ, കാരണം മതരാഷ്ട്രം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതേതോ കാലത്തുണ്ടാകലാണല്ലോ എന്ന് ആളുകൾ ചിന്തിക്കുമല്ലോ. എന്നാൽ പിന്നെ ഇക്കൂട്ടർ ഇപ്പം തന്നെ കുഴപ്പക്കാരാണ് എന്ന് പറയാം, എന്നാലേ സംഗതി എന്തെങ്കിലും യേശുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് AKG സെന്ററിലെ ബുദ്ധിരാക്ഷസന്മാർ അങ്ങനെ ഒരു തീരുമാനമെടുത്ത പാർട്ടി സെക്രട്ടറി അത് പറഞ്ഞു. നമ്മൾ ആലോചിച്ചു നോക്കുക, ഏത് പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമി നാട്ടിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. അതിനെക്കുറിച്ച് അതിൻ്റെ ഭരണഘടന എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ ഉദ്ധരിച്ചു. അതിൻ്റെ കർമ്മപഥങ്ങളിലെ സാക്ഷ്യം എന്താണ്? ഞാൻ പഴയ ചരിത്രങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനം നിലനിൽക്കുന്ന കോഴിക്കോട് നഗരത്തിൽ, പട്ടണത്തില്, അതിൻ്റെ തൊട്ടടുത്ത തീരപ്രദേശത്ത് മാറാട് ഒരു 10 പതിറ്റാണ്ട് മുമ്പ് അവിടെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഹിന്ദു അരയ സമുദായത്തിൽപ്പെട്ട കുറേ ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ വലിയ സംഘർഷത്തിൻ്റെ അന്തരീക്ഷമുണ്ടായി. അവിടുത്തേക്ക് അന്ന് കേരളം ഭരിച്ചിരുന്ന മന്ത്രിസഭയിലെ 2ാം ഉപമുഖ്യമന്ത്രിയായിരുന്ന ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അന്ന് അവിടുത്തേക്ക് കടന്നു ചെന്നിട്ട് അരയ സമുദായവുമായി അതിൻ്റെ നേതാക്കളുമായിട്ട് സംഭാഷണം നടത്തി അവിടെ മഞ്ഞുരുക്കങ്ങൾ സൃഷ്ടിച്ചത് അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിൻ്റെ സമാദരണീയനായ സംസ്ഥാന അധ്യക്ഷനായിരുന്ന മർഹൂം KA സിദ്ദീഖ് ഹസൻ സാഹിബായിരുന്നു എന്ന് കേരളത്തിൻ്റെ സാമുദായിക മൈത്രിയുടെയും അവർഗീയതയുടെയും മാനവികതയുടെയും, അതിനാണ് മതേതരത്വം എന്ന് പറയുന്നതെങ്കിൽ ആ മതേതരത്വത്തിൻ്റെയും ചരിത്ര പുസ്തകത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട കാര്യമാണ്. ഈ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. നമ്മൾ കൂടിയിരിക്കുന്നത് കുറ്റ്യാടിയിലാണ്, നമ്മൾ സംസാരിക്കുന്നത് കുറ്റ്യാടി വെച്ചിട്ടാണ്. ഇവിടുത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. K മൊയ്തു മൗലവി എന്ന് പറയുന്നൊരു മനുഷ്യനെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അവർഗീയതയെക്കുറിച്ചുള്ളൊരു സംഭാഷണം അവസാനിപ്പിക്കാൻ കഴിയില്ല. ഈ നാദാപുരം പ്രദേശങ്ങൾ, വാണിമേൽ നാദാപുരം പ്രദേശങ്ങളിൽ ഇപ്പോൾ നമ്മുടെ പേരിൽ വർഗീയത ആരോപിക്കുന്ന പാർട്ടിക്കാര് അവരുടെ പാർട്ടിയിൽപ്പെട്ട മുസ്ലിങ്ങളെ തന്നെ അവരുടെ മുണ്ടുടുത്തതിൻ്റെ ദിശ നോക്കിയിട്ട് പിടിച്ചു തല്ലുന്ന, ഞാൻ സഖാവാണെന്ന് പറഞ്ഞിട്ടും നീ സഖാവാണെങ്കിലും നീ മാപ്പിളയല്ലടാ എന്ന് പറഞ്ഞ് തല്ലിക്കൊണ്ടിരുന്ന കലാപങ്ങളുടെ കാലത്താണ് ബഹുമാന്യനായ മൊയ്തു മൗലവി, ഈ നാടിൻ്റെ ഈ കുറ്റ്യാടി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഖാദിയും ഖതീബുമായിരുന്ന മൊയ്തു മൗലവി പറഞ്ഞത്, എനിക്ക് ചിരിത എന്ന് പറയുന്നൊരു സഹോദരിയുണ്ട്, ഞാൻ അവരുടെ അമ്മയുടെ മുല കുടിച്ച് വളർന്നതാണ്, ഞാനും ചിരിതയും സഹോദരന്മാരാണ്. സാഹോദര്യത്തിൻ്റെ ആ ഒരു സന്ദേശം മൊയ്തു മൗലവി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ഈ ഒരു മൊയ്തു മൗലവിയുടെ, ഈ സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ ഈ ഭരണഘടനയുള്ള ഈ നാദാപുരത്തും വാണിമേലിലും CPIM-കാർ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് വർഗീയ കലാപത്തിൻ്റെ തീ ആളിക്കത്തിച്ച നാളുകളിൽ അവിടെ അത് കെടുത്താനും അവിടെ വിങ്ങിപ്പോയ, അവിടെ അറ്റുപോയ സമുദായ മൈത്രിയുടെ ഇഴകൾ തുന്നിച്ചേർക്കാനും FDCA-യുടെയും പലതിൻ്റെയും നേതൃത്വത്തിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ പോലുള്ള കേരളീയ സമൂഹം ആദരിക്കുന്ന സമുന്നതരായ മനുഷ്യരാണ് നിരത്തിയിട്ട് ആ തുന്നിച്ചേർക്കലുകൾക്ക് നേതൃത്വം നൽകിയ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ വർഗീയ പാർട്ടിയാണെന്നും അതിന് ആ കലാപങ്ങൾക്ക്
ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ പാർട്ടിക്കാര് ഞങ്ങൾ വമ്പൻ മതേതരക്കാരുമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് നാദാപുരക്കാരും കുറ്റ്യാടിക്കാരും കോഴിക്കോട്ടുകാരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.